നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഉദ്യോഗം, ധനകാര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ് എന്നിവയുൾപ്പെടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ മികച്ച ഫലങ്ങൾ നേടാനാണ് ഈ മാസം സാധിക്കുന്നത്. ദീർഘദൂര യാത്രകൾക്കോ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉള്ള അവസരമുണ്ടാകുന്നതാണ്. എന്നാലും നിങ്ങളുടെ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ മൂർച്ചയേറിയ സംസാര ശൈലി മാറ്റേണ്ടതും വളരെ അത്യാവശ്യമാണെന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് മനസ്സിലാകുന്നത്. ഒരു പ്രധാന കാര്യം കൂടി പറയട്ടെ. ലഹരി, മദ്യം, മയക്കുമരുന്നുകൾ എന്നിവ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്രിമിനൽ കേസുകളിലോ സർക്കാർ ബന്ധപ്പെട്ട തർക്കങ്ങളിലോ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം. കാരണം തൃക്കേട്ട നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ബുധനുമായതുകൊണ്ട് തന്നെ ചൊവ്വയും ബുധനും നിയന്ത്രിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നതാണ്. ഉദ്യോഗത്തിലുള്ളവർക്കാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ ഇടയുണ്ട്. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുന്നതായി കാണുന്നു. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള പിന്തുണകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായാണ് കാണുന്നത്. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ സാധാരണമായിരിക്കുമെങ്കിലും ചില അസ്വസ്ഥതകൾ കാണുന്നുണ്ട്. എങ്കിലും തുടർ മാസങ്ങളിൽ കുടുംബത്തിൽ ശുഭകരമായ ചടങ്ങുകൾക്കും സന്തോഷത്തിനും സന്തുഷ്ടതയ്ക്കും സാധ്യതയാണ് കാണുന്നത്. ഈ മാസം പ്രണയത്തിനും സ്നേഹത്തിനും വളരെ അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹാലോചനകൾ നടത്തുന്നവരാണെങ്കിൽ അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും വളരെ സന്തോഷകരമായതും സന്തുഷ്ടി പ്രദാനം ചെയ്യുന്നതുമായ കുടുംബജീവിതം നയിക്കുവാനും കഴിയുന്നതായിട്ടാണ് കാണുന്നത്. ഇനി സിനിമ, കല, സാഹിത്യം, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ മികച്ച ഫലം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. മെയ് 15 ശേഷം വളരെയധികം ഗുണഫലങ്ങൾ വന്നു ഭവിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം. തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ പണം കടം നൽകാതിരിക്കുന്നതാവും നല്ലത്. ആർക്കും തന്നെ പണം കടമായി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പണം കടം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പിന്നീട് വരാനിരിക്കുന്ന ചില സങ്കീർണമായ ബുദ്ധിമുട്ടുകൾ കാണുന്നതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങൾക്കോ സഹോദരർക്കോ വിജയം നേടുവാനുള്ള ഉയർന്ന സാധ്യതയാണ് കാണുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾക്കോ പ്രവേശന പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും സമയം മികച്ചത് തന്നെയാണ്. കഠിനാധ്വാനവും ഭാഗ്യവും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സഹായിക്കുന്നതാണ്. വളരെ അനുകൂലമാണെന്നർത്ഥം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ അംഗം പ്രവേശിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ഇത് വിവാഹമോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം മൂലമോ ആകാം. വീട് പുതുക്കി പണിയുന്നതിനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് തുടർ മാസങ്ങളിൽ. വസ്തുവകകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ്. ഇതെല്ലാം തുടർ മാസങ്ങളിൽ വരുന്നതാണ്. കൂടാതെ ഈ മാസം നിങ്ങളുടെ വരുമാനം മികച്ചതായിരിക്കുമെന്നാണ് തെളിയുന്നത്. ആത്മീയ രോഗശാന്തി, വൈദ്യം
തുടങ്ങിയ മേഖലകളുമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗത്തിന് ഒരു പുതിയ ദിശാബോധം തന്നെ കൈവരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും ജീവിത പങ്കാളിക്കും അച്ഛനും ഈ കാലയളവ് വളരെ നല്ലതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും അപകടകരമായ സംരംഭത്തിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് നന്നായി ചിന്തിക്കുക. പ്രത്യേകിച്ച് അപരിചിതരുമായുള്ള സംരംഭങ്ങൾ, അപകടകരമായ നിക്ഷേപ സംവിധാനങ്ങൾ, ഓഹരി, ഊഹക്കച്ചവടം, മ്യൂച്വൽ ഫണ്ടുകൾ ഇവയിലെല്ലാം തന്നെ പണം നിക്ഷേപിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. എന്നാൽ വിദേശ വ്യാപാരത്തിലേർപ്പെട്ടിട്ടുള്ളവർക്ക് അങ്ങേയറ്റം ശുഭകരമായാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ സഹോദരങ്ങളിലോ സന്താനങ്ങളിലോ വിവാഹം അന്വേഷിക്കുന്നവരാണെങ്കിൽ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറി അവർക്കും ഉത്തമ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതായാണ് കാണുന്നത്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ശനി ഭഗവാനെ ഭജിക്കുന്നതും ഇരട്ടി ഗുണം ചെയ്യുമെന്ന് കാണുന്നു. കൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിക്കുന്നതും വളരെ ഉത്തമമാണ്. കുറേ കാലമായി കുടുംബക്ഷേത്രത്തിലൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിക്കുക, വളരെ ഉത്തമമാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. 5, 14, 23, 28 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, പൂയം, മകം, ചിത്തിര, തിരുവാതിര, മൂലം, ഉത്രാടം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദത്തിലായാലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലായാലും ഇനി ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലോ തീരുമാനങ്ങളിലോ ആയാലും ഈ നക്ഷത്ര ജാതരെ കൂടെ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യുന്നതാണ്. 5 ആണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. അതുപോലെ പച്ച നിറമാണ് ഭാഗ്യനിറം. ബുധനാഴ്ച ദിവസങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.